ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്തായാലും കൊള്ളാം. പോയി പോയി കുടുംബത്തൊരു ഫാക്ടറി ഉണ്ടോന്നത് പോലും ഞങ്ങൾ അറിയുന്നില്ല എന്ന അവസ്ഥയായി. ഇതിനു മുമ്പ് കളരിക്കൽ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനങ്ങള് അമ്മായിയുടെ തീരുമാനപ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് പഴയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ എങ്ങനെയാ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിത്താരയ്ക്ക് സമ്മതമല്ലേ? സമ്മതാണ് അല്ലേ മമ്മി? മമ്മി സമ്മതല്ലേ? എന്റെ കാര്യത്തിൽ മമ്മിക്കൊരു നോ ഇല്ല അല്ലേ? എങ്കിൽ പിന്നെ നിങ്ങൾ തീരുമാനിച്ച പോലെ നടക്കട്ടെ. എന്നാ തീയതി? അതിലും അവൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാളാ. മറ്റൊന്ന് ഞങ്ങൾക്ക് ഓക്കെ. ഓക്കെ പറ മമ്മി. ഓക്കെ. വളരെ അടുത്ത തീയതി തന്നെ എടുക്കണം. എനിക്ക് ഗാഥമോളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കൊതിയായി തുടങ്ങി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ മോളെ. അല്ല കോഫി കുടിച്ചില്ലല്ലോ. അത് ഇനിയും ആവാലോ. ശരി. ഞാൻ നവീനെ വിളിക്കുന്നുണ്ട്. എല്ലാ സർപ്രൈസുകൾക്കും താങ്ക്സ് പറയണല്ലോ. ശരി മോളെ. മമ്മി, നവീൻ എന്നോടുള്ള സ്നേഹം കണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ നവീന്റെ പേരില് ഫാക്ടറി രജിസ്റ്റർ ചെയ്യോ? ഞാൻ നവീനെ ഒന്ന് വിളിക്കട്ടെ. പേടിക്കുന്ന കാര്യങ്ങൾ കൺമുന്നിലേക്ക് എത്തുകയാണ്. അവർക്കൊരു സംശയവും തോന്നാത്ത രീതിയിൽ ഈ വിവാഹം മുടക്കിയേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ മോളെ എനിക്ക് നഷ്ടപ്പെടും. അല്ലമ്മേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്നു മുതലാ നമ്മുടെ തറവാട്ടിലെ പ്രധാന കാര്യങ്ങള് സുമിത്ര ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ തുടങ്ങിയത്? അല്ല, സിത്താരടുത്ത് പോയി സംസാരിക്കാൻ അമ്മ പോയില്ല, നന്ദേട്ടൻ പോയില്ല. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. സിത്താരയോട് സംസാരിക്കാൻ ഒരാള് പോണമായിരുന്നു. അതിന് നവീന്റെ അമ്മ പോകുന്നില്ല. എന്ത് തടസ്സം? അതിന് സുമിത്രാന്റെ നവീന്റെ അമ്മയൊന്നും അല്ലല്ലോ. ആഹാ, നല്ല കാര്യങ്ങളൊന്നും നിന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായി മോളെ. അതിപ്പോ ആര് പോയാലും കുഴപ്പമൊന്നുമില്ല. ഈ തീയതി നിശ്ചയിക്കുന്ന ദിവസം എന്തോ സർപ്രൈസിന്റെ കാര്യം നവീൻ പറഞ്ഞിരുന്നല്ലോ, അതെന്താണ്? എനിക്കറിയില്ല. ആർക്കാ സംശയം? ഞാൻ തീർത്തു തരാം. നവീൻ ഒരു സർപ്രൈസിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അതറിയണം ഇപ്പൊ എല്ലാവർക്കും. ഉദയ, അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അറിവൊന്നുമില്ല. സർപ്രൈസ് എന്താണെന്ന് അവനെ അറിയൂ. ഇനി സുമിത്ര സിത്താരെ കാണാൻ പോയപ്പോ അവളോട് പറഞ്ഞു വിട്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തിനാ ഏട്ടാ ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കുന്നത്? ഞങ്ങളെ മൂന്നുപേരെയും ഓരോരത്തങ്ങ് നിർത്തിയിട്ട് എല്ലാ തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല.
ആ എന്തായി സുമിത്രേ? സിത്താരയ്ക്ക് സമ്മതം. നവീൻ പറഞ്ഞതുപോലെ ഫാക്ടറിയുടെ സ്വിച്ച് ഓൺ ദിവസം തന്നെ തീയതി തീരുമാനിക്കാം. ഫാക്ടറിയുടെ സ്വിച്ച് ഓണോ? ഏത് ഫാക്ടറിയുടെ? കളരിക്കൽ ഗ്രൂപ്പ് ഒരു ഫാക്ടറി കൂടി തുടങ്ങുന്നുണ്ടല്ലോ. അത് ഗാഥയുടെയും നവീന്റെയും പേരിലാ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഗാഥയാ. ആ അപ്പൊ അതാണ് സർപ്രൈസ്. അത് ഗംഭീരായല്ലോ. വന്നു കയറാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി ഇപ്പോഴേ ഇങ്ങനെ ഒരു കരുതലെടുക്കുന്ന ആൺകുട്ടികള് വളരെ കുറവാ. നല്ല ചൂടല്ലേ മോളെ? ഇതെന്തായാലും കൊള്ളാം. പോയി പോയി കുടുംബത്ത് ഒരു ഫാക്ടറി ഉണ്ടോന്നത് പോലും ഞങ്ങൾ അറിയുന്നില്ല എന്ന അവസ്ഥയായി. ഇതിനു മുമ്പ് കളരിക്കൽ ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനങ്ങൾ അമ്മായിയുടെ തീരുമാനപ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കമ്പനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫാക്ടറി എവിടെ സ്ഥാപിക്കണം, അതിനെത്ര മുതലിറക്കണം, അതാരുടെ പേരിലായിരിക്കണം, അതല്ല എന്റെ ഇഷ്ടമാണ്. മുത്തശ്ശി അച്ഛനെ പോലെ അതിലൊന്നും ഇടപെടാറില്ല. അമ്മായിക്ക് ക്ലിയർ ആണല്ലോ കാര്യങ്ങളെല്ലാം. അമ്മ പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു. ഇനിയെങ്കിലും എനിക്ക് എന്റെ മകന്റെ ഭാര്യയെക്കുറിച്ച് സ്വപ്നം കാണാമല്ലോ. എന്തിനാ അമ്മ സ്വപ്നം കാണുന്നത്? സ്വപ്നത്തിൽ എങ്ങനെ വേണമെന്ന് മാത്രം അമ്മ പറഞ്ഞാൽ മതി. അമ്മയ്ക്ക് ഞാനും ഗാഥയും കൂടി അത് അമ്മയ്ക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഓക്കെ? നവീനെ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. നാഗക്ഷേത്രത്തിലെ ഓക്കെ മുത്തശ്ശി. ഫാക്ടറിയുടെ ഉദ്ഘാടനം കഴിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടി നാഗക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മാത്രം തീയതി അനൗൺസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? ആ പിന്നെ അമ്മായി, ഈ ഫാക്ടറിയുടെ പരിപാടി കഴിഞ്ഞിട്ടേ ഞാനൊരു ടൂറിസം പ്രൊജക്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്മായി ഒന്ന് കൂടെ ഇരിക്കണം. അമ്മായിയുടെ വിദഗ്ധമായ ഐഡിയകൾ എനിക്ക് ആവശ്യമുണ്ട്. ഇന്നലെ രാത്രി അമ്മ ശരിക്കും ഉറങ്ങിയിട്ടില്ല. എന്തോ അമ്മയുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. എന്തായാലും അത് ചോദിച്ചറിഞ്ഞേ പറ്റൂ. അമ്മയുടെ മനസ്സിന്റെ സങ്കടം മാറ്റണം.